എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചായ പരിപാടിയാണ് കേട്ടോ. ചായയും നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലിയൊക്കെ കൊടുത്തിട്ടേക്കാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇതല്ല. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മൾ മഞ്ഞപ്പൊടി കൊണ്ടിട്ടുള്ള ഓരോ സംഭവമാണ്. ബ്യൂട്ടി റെമഡി നമ്മൾ ഇന്നതാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഞങ്ങളിപ്പം വൈകുന്നേരത്തെ സ്നാക്സ് പഴംപൊരിയൊക്കെയാണ്. അപ്പം അതും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കാരണം എന്താ അറിയാമോ, ഇന്നത്തെ വീഡിയോ ചെയ്യണേ മഞ്ഞപ്പൊടി കൊണ്ട് കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് മിക്കവർക്കും ഒരു നല്ല ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഈ ഒരു റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റെമഡിയാണ് നമുക്ക് മഞ്ഞപ്പൊടി വെച്ചിട്ട് കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. സോ അപ്പോഴത്തേക്കും ഞാൻ ചായ ആക്കിയിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഇത്രയും ചെറുതായിട്ടാണ് കേട്ടോ പഴം അരിയണത്. അപ്പോൾ പിന്നെ ഞങ്ങൾ മാവൊക്കെ ദേ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇതിനകത്ത് ശരിക്കും എല്ലാവരും ഗോതമ്പ് പൊടി അല്ല മൈദയാണ് പഴംപൊരിക്ക് ഇടണത്. പക്ഷെ ഞങ്ങൾ എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടെ. കുറച്ച് ഹെൽത്തി ആയിരിക്കും, പിള്ളേർക്കൊക്കെ കൊടുക്കാം. പൊന്നിന് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി അല്ലേ പൊന്നൂട്ടാ? പൊന്നിന് ഇഷ്ടമാണോ? പൊന്നിന് ഭയങ്കര ഇഷ്ടമാണോ പഴംപൊരി? ഇത് കണ്ടോ, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവർക്കും തിന്ന് മീൻസ് എന്തെങ്കിലുമൊക്കെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എല്ലാവരും ഈ ഫ്രൈഡ് ഐറ്റംസ് ആണ് വെച്ചാൽ ഞങ്ങൾ വല്ലപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റീം ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് പഴംപൊരി വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പം എന്താ നമ്മൾ വെളിയിലൊന്നും പോവാത്തേ? ആണോ? എന്താ നമ്മൾ അതുകൊണ്ടാണോ പോവാത്തേ? ആണോ? കൊറോണ ആയതുകൊണ്ടാണോ പോവാത്തേ? ഇത് കൊറോണ ഭയങ്കര വലിയ അതെയോ? ഹാൻഡ് ചെയ്യണ എങ്ങനെയാ ഒന്ന് കാണിച്ചു കൊടുത്തേ. അവർക്കൊന്ന് കാണിച്ചു കൊടുത്തേ. അവർക്ക് ആർക്കും അറിയില്ല. ഫസ്റ്റ് 1 2 3 പറഞ്ഞ് ചെയ്ത് കൊടുക്ക്. 1 2 3 എന്നെ നോക്കണ്ട, അങ്ങോട്ട് നോക്കി പറഞ്ഞേ. 6 എന്നിട്ട് നമ്മൾ പുറത്തു പോകുമ്പോ എന്താടേ വേറെ വെക്കണ്ടേ? മാസ്ക് വെക്കണം. പിന്നെ വേറെ എന്തോ ചെയ്യണ്ടേ? കയ്യില് സാനിറ്റൈസർ ഇടണം. അപ്പൊ അതേ നമ്മുടെ പഴംപൊരി ആയിട്ടോ. നമുക്ക് നോക്കട്ടെ. ഇനി എന്നാ പൊന്നു പുറത്തു പോവാൻ പറ്റണേ? കൊറോണ എന്റെ വീട്ടിൽ പോകുമ്പോ നമുക്ക് പുറത്ത് പോവാ അല്ലേ? എന്നാ ഇനി കൊറോണ എന്റെ വീട്ടില് പോവാ? പോവോന്നോ? അപ്പൂപ്പന്റെ അമ്മൂമ്മയെ നോക്കുമ്പോ കൊറോണ പേടിച്ച് പോവോ? കൊറോണയ്ക്കോ? ആണോ? അതെയോ? അപ്പൊ നമുക്ക് അപ്പൂപ്പന്റെ അമ്മമ്മയോട് നോക്കാൻ പറയാം പെട്ടെന്ന് കൊറോണ. അപ്പൊ കൊറോണ ഓടി അങ്ങ് പോവില്ലയോ? കൊറോണ എങ്ങനെ ഇരിക്കുക? ഉണ്ടയാണോ? ഉണ്ട കൊറോണയാണോ? ആണോ? ഇത് ഏതാ അറിയാമോ? ഇവള് പൊന്നു പറയണ കഥ ഏതാന്ന് നിങ്ങക്ക് അറിയാമോ? കേരള പോലീസിന്റെ കൊറോണ ഓടിക്കണ കഥയാണ് പൊന്നു പറയണേ അല്ലേ? അപ്പൊ പോലീസ് അങ്കിൾ ഉണ്ടായിരുന്നു, ഡോക്ടർ അങ്കിളും ഉണ്ടായിരുന്നു അവിടെ അല്ലേ? അപ്പം കൊറോണ എന്ത് ചെയ്തു? ഓടിപ്പോയി. പൊട്ടിപ്പോയി കൊറോണ. ചായക്കകത്ത് ഞാൻ ആക്ച്വലി ഈ 2 സാധനങ്ങളും കൂടി ഇടും കേട്ടോ. ഞങ്ങളുടെ സ്പെഷ്യൽ ടീ ആണ്. 2 ഗ്രാമ്പൂവും ഏലക്കയും കൂടെ ഇടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് കൊടുത്താൽ കുറേ കൂടെ ടേസ്റ്റാണ്. വെറുതെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഗ്രാമ്പു ഉണ്ടല്ലോ, ഗ്രാമ്പു നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ. കണ്ടോ?
പഴംപൊരി റെഡിയായി കണ്ടോ, നല്ല കിലുകിലാന്നിരിക്കും. ഇങ്ങനെ മൊരിമൊരിയായിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ. ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കണോണ്ട് ഭയങ്കര ക്രിസ്പിയാണ്. അപ്പോൾ അതേ ഞങ്ങൾ ചായയൊക്കെ ഇട്ടു, പഴംപൊരിയൊക്കെ റെഡിയായി. അപ്പൊ എല്ലാരും റെഡി ആയില്ലേ? പഴംപൊരി റെഡി ആയല്ലോ. അതേ പഴംപൊരി പൊന്നു കഴിച്ചു നോക്കി. ആണോ? ഞങ്ങളുടെ അതുകൊണ്ട് ഞങ്ങക്ക് സംസാരിക്കാൻ പറ്റില്ല. കഴിച്ചേ ആദ്യം നോക്കിയാ കൊള്ളാമോന്ന് പഴംപൊരി അമ്മ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന്. ഇത് ചെറുതായിട്ട് അമ്മ ചൂടുണ്ടാവും. ദേ അമ്മ വെച്ചുതരാം. എങ്ങനെയുണ്ട്? സൂപ്പർ കേട്ടോ, ഞങ്ങളുടെ സൂപ്പർ പഴംപൊരിയാണ്. എന്തായാലും നമ്മളുടെ വീഡിയോ വെച്ച് താമസിപ്പിക്കേണ്ട, നമ്മളുടെ മഞ്ഞൾ ബ്യൂട്ടി റെമഡി വീഡിയോ നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ മെത്തേഡ്, അതിന് തേങ്ങ വെള്ളമാണ് വേണ്ടത്. നമുക്ക് പൊട്ടിച്ചിട്ട് തേങ്ങ വെള്ളം എടുക്കണം. അപ്പോൾ ഇനി തൊട്ട് തേങ്ങയുടെ വെള്ളം കളയണ്ട കേട്ടോ. ഇത് പൊട്ടിച്ചിട്ട് ഇതെടുത്ത് വെച്ചിട്ടുള്ളത് നമ്മളൊന്ന് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് ഒരു പ്ലെയിൻ ബോട്ടിൽ കേട്ടോ എടുക്കുക. ഉണങ്ങിയ ഒരു പ്ലെയിൻ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഇത്രയും മഞ്ഞൾ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ. ഇത് ഏതായാലും മതി കേട്ടോ, കസ്തൂരി മഞ്ഞളോ അതല്ലെങ്കിൽ നമ്മൾ കറിക്ക് ഉപയോഗിക്കണേയില്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ അത്യാവശ്യം എല്ലാവരുടെയും ഉണ്ടാവാനുള്ളത് കറിക്ക് ഉപയോഗിക്കണമായിരിക്കും, അതായാലും മതി. അത് നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് 1/2 ടീസ്പൂൺ എടുക്കണം കേട്ടോ. ചെറിയ സ്പൂണിന് 1/2 ഭാഗം അത്ര എടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാവെള്ളമില്ലേ, ആ തേങ്ങാവെള്ളം എടുത്ത് ഒരു അരിപ്പെടുത്തിട്ട് ഒന്ന് അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയായിട്ട് കിടക്കരുത് മഞ്ഞൾപ്പൊടി. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അടപ്പെടുത്തിട്ട് നന്നായിട്ട് ഫിറ്റായിട്ട് അടച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചെയ്യേണ്ടതാണ് കേട്ടോ ഈ ഒരു കാര്യം. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചതിന് ശേഷം എന്നും രാവിലെ ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖം കഴുകുന്നതിന് മുമ്പ് ഇതെടുത്തിട്ട് ഇതിനകത്തുനിന്ന് ഒരു സ്പൂൺ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ഇങ്ങനെ മഞ്ഞൾപ്പൊടി അടിയിലായിരിക്കും കുറേ സമയം വെച്ച് കഴിയുമ്പോൾ. എന്നിട്ട് അതിൽ നിന്ന് വേണ്ട ഇതുപോലെ ഒരു സ്പൂൺ എടുക്കണം. എന്നിട്ട് അത് നമുക്ക് മിക്സ് ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ. നമുക്ക് കയ്യിലൊന്ന് ഒഴിച്ചിട്ട് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കഴുകി ഒന്നും കളയരുത്. അപ്പോഴേ ഇതിങ്ങനെ തന്നെ ഇരിക്കണം. ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് ആണ് ഇങ്ങനെ വെക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് നന്നായിട്ട് അത് അബ്സോർബ് ആവും. അതിനുശേഷം നമുക്ക് സാധാരണ ഫേസ് വാഷ് ഇട്ട് കഴുകിക്കളയാം. അപ്പോൾ 10 മിനിറ്റ് വെക്കുന്ന കാര്യം മറക്കുകയും ചെയ്യരുത്. അന്നേരം ഇട്ടിട്ട് അന്നേരം കഴുകാനും നിൽക്കരുത് കേട്ടോ. അത് പ്രത്യേകം ഓർക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ സാധാരണ ഏതെങ്കിലും ഹെർബൽ ഫേസ് വാഷ് പൗഡർ ഇട്ടിട്ട് കഴുകണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ രാവിലെ ഇങ്ങനെ സോപ്പി ആയിട്ടുള്ള സാധനമൊന്നും ഫേസിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏതാണോ ഹെർബൽ ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ കടലമാവോ അങ്ങനെയുള്ള ഏതായാലും അത് വെച്ചിട്ട് നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ഇത് ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. ഇത് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് നമുക്ക് ഇഫക്റ്റ് കിട്ടും കേട്ടോ. സോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെമഡി നമ്മൾ രാവിലെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വൈകുന്നേരം അപ്ലൈ ചെയ്യേണ്ട സാധനമാണ്. ഇതൊരു പാക്ക് പോലെ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 2 സാധനങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. മഞ്ഞപ്പൊടിയും വേറൊരു സാധനവും കൂടെ ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ സാധാരണ പോലെ മിക്സ് ചെയ്തിട്ടല്ല ഉണ്ടാക്കണത്. ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് പാക്ക് പോലെ അപ്ലൈ ചെയ്യാം. എന്നും വൈകിട്ട് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഒരു ദിവസവും മുടങ്ങാണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഒരു പ്രശ്നവുമില്ല നമ്മൾ എന്നും ചെയ്തിട്ടുണ്ടെങ്കിലും. ഇതുപോലെ കഴുത്തിലും ഒക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലൊക്കെ ചെയ്യാം. ഈ സൈഡിലൊക്കെ കറുപ്പ് വരില്ലേ, ആ സൈഡിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. നമുക്ക് നിറം വെക്കാനായിട്ട് മഞ്ഞൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ആർക്കും അധികം വശമില്ല. എങ്ങനെ കടലമാവിലും ഒക്കെ അപ്ലൈ ചെയ്ത്, പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം ഒരുപാട് ഇഫക്റ്റീവാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് റെഗുലർ ആയിട്ട് ചെയ്യുകയും ചെയ്യാം, മീൻസ് ഡെയിലി ചെയ്യുകയും ചെയ്യാം.
അപ്പോൾ ഇതുപോലെ പാക്കായിട്ട് നമ്മൾ എപ്പോഴത്തെയും പോലെ ഒരു 10 മിനിറ്റ് വെക്കുക. വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഒരു സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ ഒട്ടും അത് ഒരു ഇതുപോലും മീൻസ് വിടാണ്ട് കാണണം കേട്ടോ, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. വേണ്ടത് അലോവേര ജെല്ലാണ്. ഫ്രഷ് അലോവേര വേണം. അപ്പോൾ അതിനകത്ത് നമ്മൾ അലോവേര ജെൽ എടുത്ത് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നതുകൊണ്ടാണ് ഈ കളർ ഇരിക്കുന്നത്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം ഉപയോഗിക്കാം കേട്ടോ. 2 ആഴ്ച വരെയൊക്കെ നമുക്ക് അലോവേര ജെൽ ഉപയോഗിക്കാം. അതുപോലെ ഇതിനകത്തേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതുപോലൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക. ഇത് പാത്രം ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അലോവേരയുടെ മഞ്ഞൾപ്പൊടിയുടെ മിക്സ് ഇല്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് മതി. ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തൊന്ന് ഇളക്കണം. എല്ലാ മഞ്ഞൾപ്പൊടി അതിനകത്ത് മിക്സ് ആവണം. അങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഓക്കെ, മതി കേട്ടോ. ഇത്രയും മതി. ഓഫ് ചെയ്യണം. നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം. 1 മിനിറ്റ് ഇത് ചൂടാക്കാവുള്ളൂ, ഒരുപാട് ചൂടാക്കരുത്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ 2 കാര്യവും നിങ്ങൾ മോർണിംഗും ഈവനിങ്ങും എന്നും ചെയ്യണം കേട്ടോ. എന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഒരു 10-15 ഡേയ്സിലൊക്കെ നമുക്ക് നല്ലതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറും. പിഗ്മെൻറ്റേഷൻ മാറും, ടാൻ മാറും, ഒക്കെ മാറും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ വിശേഷങ്ങളൊക്കെ കമൻസിൽ ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സരിത.